ഓരോ പാർട്ടിക്കും അവരവരുടേതായ തലത്തിലും കൂട്ടായ തലത്തിലുമുള്ള സമരം ചെയ്യാനുള്ള അവകാശവും അതിനുള്ള സംഘടനാപരമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളുമുണ്ട്. കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സമരം, അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നു, അവർ പെട്ടെന്ന് തീരുമാനിച്ചു, നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. ആ സമരം വളരെ ശ്രദ്ധേയമായി മാറി തീർന്നു. സമരം ആര് നടത്തിയാലും വിഷയം ഒന്നാണ്. രാജ്യതലസ്ഥാനവും പാർലമെന്റും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്കാണ്. നമുക്കൊപ്പം NK പ്രേമചന്ദ്രൻ MP ഉണ്ട്. ഇന്നലെയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ജന്തർ മന്ദിറിലേക്ക് നമ്മൾ കണ്ടതാണ്. ഇന്ന് എങ്ങനെയായിരിക്കും ഒരു പ്രതിഷേധം? എന്താണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ നിലപാട്, സ്ട്രാറ്റജി? അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും പ്രതിപക്ഷ കക്ഷികൾ കൂട്ടായി ആലോചിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ വെച്ച് 2 സഭകളിലെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് തുടർ നടപടികളെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കുന്നതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, സ്പീക്കർ അനുമതി നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും അതിശക്തമായ ബഹുജന പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്ന നിലയിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ പരീക്ഷയിലുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച, സമാന സ്വഭാവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും നടത്തിയിട്ടുള്ള നിരവധിയായ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയും ഇത്ര പകൽ പോലെ പുറത്തു വന്നു. രണ്ടാമതൊരു പ്രാവശ്യം കൂടി സൈനിക സഹായത്തോടുകൂടി ടെസ്റ്റ് നടത്തേണ്ടുന്ന അവസ്ഥ രാജ്യത്ത് വന്നു. അത്തരമൊരു പ്രശ്നമുണ്ടായിട്ടും 20-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടും ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമല്ല, സ്പീക്കർ അനുമതി നൽകില്ല എന്ന് പറയുന്നത് പിന്നെ എന്ത് ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്? അവിടെയാണ് മൗലികമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മാരകമായി പ്രാകൃതമായ നിലയിൽ തല്ലിച്ചതച്ചതിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിൻ്റെ അമിത്ഷാ സഭയിൽ മറുപടി പറയണം, പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭം അതിശക്തമായി തന്നെ തുടരും. മാത്രവുമല്ല, ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ റോഡിൽ വലിച്ചഴച്ചു കൊണ്ടുപോയി ഭീകരമായ നിലയിൽ, പ്രാകൃതമായ നിലയിൽ കൈകാര്യം ചെയ്ത പോലീസിൻ്റെ നടപടിയിൽ അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഇന്ന് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി ആലോചിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത് വിദ്യാർത്ഥികളെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നാണ്. അതായത് രാജിവെക്കാൻ ഒരു നിലപാടും ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല, രാജിവെക്കാൻ ഒരു സാധ്യതയും കാണുന്നുമില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്തുണയില്ലാതെയാണ് സത്യത്തിൽ CJP എന്ന പേരിൽ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ രൂപം കൊണ്ടൊരു പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യക്ഷമായ പിന്തുണയോ സഹായമോ സഹകരണമോ ഇല്ലാതെയായിരുന്നു അത്തരത്തിലൊരു സമരത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഏതാണ്ട് 30 ദിവസം കഴിഞ്ഞു. ഈ വിദ്യാർത്ഥികൾ ന്യായമായി ജനാധിപത്യപരമായ മാർഗത്തിലൂടെ സമരം ചെയ്യുന്ന ഏതാണ്ട് 200-ലധികം വിദ്യാർത്ഥികളെ ഭീകരമായി പരിക്കേൽപ്പിക്കുന്ന നിലയിൽ തലമണ്ട തല്ലിപ്പൊളിച്ച് കൈകാലുകൾ അടിച്ചൊടിച്ച് പ്രാകൃതമായ നിലയിലുള്ള മർദ്ദനം അഴിച്ചുവിട്ട ആ സമരത്തെ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രത്യക്ഷമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം കേവലമായിട്ടുള്ള വിദ്യാർത്ഥി പ്രശ്നമെന്നതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭമായി തന്നെ ഈ സമരം വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുക്കപ്പെട്ട ജനായത്ത സഭയായിട്ടുള്ള പാർലമെൻറ്റിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അനുമതി കൊടുക്കില്ല. ഇത്തരത്തിലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള അനുമതി നൽകില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്, എന്ത് പ്രാകൃതമായിട്ടുള്ള അവസ്ഥയാണ്. ചർച്ച പ്രതിപക്ഷം ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചർച്ച അങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്നൊരു വിമർശനം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. എവിടെയാണ് ആവശ്യപ്പെടാത്തത്? ഞങ്ങളെല്ലാവരും നോട്ടീസ് കൊടുത്തതാണ്. സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പ്രതിപക്ഷ കക്ഷി നേതാക്കളും നോട്ടീസ് കൊടുത്തു. അതിന്മേൽ ചർച്ച ചെയ്യാൻ പോയിട്ട് ഈ വിഷയമൊന്ന് ഉന്നയിക്കാൻ, ഞങ്ങൾ ചർച്ച ആവശ്യപ്പെടുന്ന വിഷയം ഇന്നതാണ് എന്ന് പറഞ്ഞ് അതൊന്ന് ഉന്നയിക്കാൻ, സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതിന് പോലും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്താണ്, ഞങ്ങൾ ആവശ്യപ്പെടുന്ന ചർച്ച എന്താണ് എന്ന് എങ്ങനെയാണ് സഭ അറിയുന്നത്?
ഇതിനുള്ള നോട്ടീസ് എല്ലാം കൃത്യമായി ചട്ടമനുസരിച്ച് നടപടിക്രമം അനുസരിച്ചുള്ള നോട്ടീസ് എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കൂടുതൽ സർക്കാർ പ്രതിരോധത്തിലേക്ക് പോകും. മന്ത്രിക്ക് തുടരാൻ കഴിയാത്ത നിലയിൽ സർക്കാരും ഗവൺമെൻറ്റും അതുപോലെ മന്ത്രിയും എല്ലാവരും പ്രതിരോധത്തിലാകുമെന്നുള്ളത് കൊണ്ട് ബോധപൂർവമായി ചർച്ച അവോയ്ഡ് ചെയ്യാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അതിന് അനുവദിക്കുന്നില്ല. ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ. അതിന്മേൽ ചർച്ചയിന്മേൽ നടപടി ഉണ്ടായാലേ മതിയാകൂ. ഈ കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്നലെ ഈ ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥികളെ കണ്ടു. ഈ അടികൊണ്ട് ആശുപത്രി കിടക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടു. ഒപ്പം സോനം വാങ്ചുക്കിനെ ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള മന്ത്രിമാർ കണ്ടു. എന്താണ് കേന്ദ്ര സർക്കാർ ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അടവ് നയത്തിൻ്റെ ഭാഗം. നമുക്കറിയാമല്ലോ, ഇദ്ദേഹം നിരാഹാര സത്യാഗ്രഹം കിടന്ന് ഇത്രയും ദിവസമായി. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി നേരിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് നിരാഹാര സമരം നടന്ന സമയത്ത് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കൂടി സമരം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്താകെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം വളർന്നു വരുന്നുവെന്ന് കണ്ടപ്പോഴാണ് സമരത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി സോണം വാങ്ചുവിനെയും അതുപോലെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ഒക്കെ തയ്യാറാകാൻ ഒരു ക്യാബിനറ്റ് മന്ത്രി പോലും ഇപ്പോഴും പോയിട്ടില്ല. സ്റ്റേറ്റ് വകുപ്പുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സാണ് ഇപ്പോഴും പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തു, രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കുന്ന സമരമായി തീർന്നു, ഗവൺമെൻറ് പ്രതിരോധത്തിലായി. അത്തരമൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിലാണ് അനുനയത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സോണം വാങ്ചുവിനെയും അതുപോലെ തന്നെ പരിക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുന്നവരെയും പോയി കാണുക എന്നുള്ളത് ഒരടവ് നയത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഭാഗമെന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയുമില്ല. ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു മന്ത്രിസഭാ പുനഃസംഘടനയുടെയെങ്കിലും ഈ ധർമ്മേന്ദ്ര പ്രധാന തൽസ്ഥാനത്ത് മാറ്റി നിർത്താൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? സർക്കാർ തന്നെ സമ്മതിച്ചതല്ലേ, 22 ലക്ഷം പേര് എഴുതിയ NTA നടത്തിയ ടെസ്റ്റ് ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് എന്ന് ഗവൺമെൻറ് തന്നെ കണ്ടെത്തി ആ ടെസ്റ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിയതിന് ഉത്തരവാദി ആര്? ഇത് ഒരു പ്രാവശ്യമാണോ, 2 പ്രാവശ്യമാണോ, 6 പ്രാവശ്യത്തിലധികം സമാന സ്വഭാവത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ വീഴ്ച വന്നില്ലേ? അപ്പോൾ ഇതിന് എവിടെയെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണ്ടേ? ആരാ അതിന് ഉത്തരവാദി? രാഷ്ട്രീയ ഉത്തരവാദിത്വം പൂർണ്ണമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കാണ്. ആ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നാൽ സ്വാഭാവികമായും പ്രക്ഷോഭമുണ്ടാകും, സമരം ശക്തമാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തോടൊപ്പം തന്നെ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷി പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ പ്രത്യക്ഷമായി പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായ സമരവുമായി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടി. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ പാർലമെന്റിൽ ഇന്ത്യ സഖ്യം ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസ് പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് നേതാക്കളുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ തീരുമാനം. ഓരോ പാർട്ടിക്കും അവരവരുടേതായ തലത്തിലും കൂട്ടായ തലത്തിലുമുള്ള സമരം ചെയ്യാനുള്ള അവകാശവും അതിനുള്ള സംഘടനാപരമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളുമുണ്ട്. കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സമരം. അവരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നു, അവർ പെട്ടെന്ന് തീരുമാനിച്ചു, നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി. ആ സമരം വളരെ ശ്രദ്ധേയമായി മാറി തീർന്നു. സമരം ആര് നടത്തിയാലും വിഷയം ഒന്നാണ്. വ്യത്യസ്തമായി നടത്തിയാലും വേറിട്ട് നടത്തിയാലും യോജിച്ച് നടത്തിയാലും എല്ലാ സമരങ്ങളിലും ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നാണ്. അതിലൊരു വിയോജിപ്പും ആരും തമ്മിലില്ല. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സമരമുഖങ്ങളും കൂട്ടായ സമരമുഖങ്ങളും ഒക്കെ ഈ സമരത്തെ നല്ലതുപോലെ ശക്തിപ്പെടുത്താൻ മാത്രമേ സഹായകരമായി തീരൂ. അതുകൊണ്ട് കൂട്ടായും ഒറ്റയ്ക്കും അവരവരുടേതായ കഴിവും ശക്തിയും അനുസരിച്ചുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും രാജ്യത്ത് ഉയർന്നു വരേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും പാർലമെന്റ് സ്തംഭിക്കും. അപ്പോൾ ഗവൺമെൻറ് സന്നദ്ധമായില്ലെങ്കിൽ, ചർച്ചയ്ക്ക് ഗവൺമെൻറ് സന്നദ്ധമായില്ലെങ്കിൽ സഭാ നടപടികൾ നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. രാജ്യത്ത് ഇത്രയും വലിയൊരു ജനകീയ പ്രശ്നം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ, മൗലികമായ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ് പാർലമെൻറ്റ് ചേരുന്നത്? സർക്കാരിൻ്റെ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി മാത്രമാണോ സഭ ചേരുന്നത്? രാജ്യത്തെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വ്യവസ്ഥകൾ നടപടിക്രമങ്ങളിലും ചട്ടങ്ങളിലും നിലനിൽക്കുമ്പോൾ അത് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാരിൻ്റെ ബിസിനസ് നടപ്പാക്കുക, പ്രാവർത്തികമാക്കുക എന്നത് മാത്രമാണോ പാർലമെൻറ്റിൻ്റെ ചുമതല? അതുകൊണ്ട് ഗവൺമെൻറ് ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, സഭാ നടപടികൾ തടസ്സപ്പെടും. ശക്തമായ പ്രതിഷേധവും തുടർന്നും ഉയർന്നു വരും. എന്താണെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നീറ്റ് ചോദ്യപേപ്പർ ചർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്നും ശക്തമായ പ്രതിഷേധത്തിലേക്കായിരിക്കും പ്രതിപക്ഷം പോകാൻ പോകുന്നത് എന്നാണ് NK പ്രേമചന്ദ്രൻ MP നമ്മളോട് വ്യക്തമാക്കിയത്. ഇന്നും അങ്ങനെയാണെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടാൻ സാധ്യതയാണ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.